പാലാ നിയോജകമണ്ഡലം കേരളത്തിലെ ക്രിസ്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. വിദ്യാർത്ഥി സമരങ്ങളിൽ, വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളിൽ സമസ്ത കേരള നായന്മാരും പാലായിലെ പാതിരിമാരും എന്നൊക്കെയാണ് മുദ്രാവാക്യം വിളിച്ചിരുന്നത്. പാല എന്നും ഒരു കേരള കോൺഗ്രസിന്റെ തട്ടകമായിരുന്നു. 50 വർഷമാണ് കെ എം മാണി വലിയ ഭൂരിപക്ഷമൊന്നുമില്ലെങ്കിലും തന്റെ സ്വന്തം മണ്ഡലം നിലനിർത്തി പോന്നത്. പക്ഷെ പിന്നീട് മാണിയുടെ നിര്യാണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണിയുടെ മകൻ ജോസ് കെ മാണി, അദ്ദേഹം ദയനീയമായിട്ട് മാണിയുടെ സ്ഥിരം എതിരാളിയായിരുന്നു, കുറെ കാലം മാണിയുടെ എതിരാളിയായിരുന്ന മാണി സി കാപ്പനോട് പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് നടന്ന 2021 നടന്ന തെരഞ്ഞെടുപ്പിലും മാണി സി കാപ്പനാണ് അവിടെ നിന്ന് വിജയിച്ചത്. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ശ്രദ്ധ നേടുന്ന മണ്ഡലമായിട്ട് പാല മാറിയിരിക്കുകയാണ്. മാണിയുടെ മകൻ ജോസ് കെ മാണി ഒരിക്കൽ കൂടി LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്, കേരള കോൺഗ്രസ് മാണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മാണി സി കാപ്പൻ തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത്തവണ സ്ഥിതിഗതികളൊക്കെ പൂർണ്ണമായിട്ടും മാറി മറിഞ്ഞിരിക്കുകയാണ്. ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് ഷോൺ ജോർജ് മത്സരിക്കുന്നത്. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം PC ജോർജിന്റെ മകനാണ്. വളരെയധികം സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ഈ മണ്ഡലങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ ഈ അടിയൊഴുക്കുകൾ പാലാ മണ്ഡലത്തെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായ അടിത്തറ, ഒരു 28-30,000 വോട്ട് BJPക്ക് അവിടെയുണ്ട്. പല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും BJP വിജയിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും BJP ജയിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പലപ്പോഴും BJPക്ക് ആ വോട്ട് പൂർണ്ണമായിട്ട് സമാഹരിക്കാൻ കഴിയാത്തത്. ഏതായാലും BJPക്ക് ഒരു 30,000 വോട്ട് സമാഹരിച്ചു കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു 20-25,000 വോട്ട് സമാഹരിക്കാൻ ഷോൺ ജോർജിന്, കാരണം അദ്ദേഹത്തിന് പലപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ കാര്യമായ പിന്തുണയുണ്ട്. മുനമ്പത്ത് ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവര് വഖഫ് ഭൂമിയുടെ പേരിൽ കുടിയൊഴിപ്പിക്കൽ നേരിട്ട സമയത്ത് അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ആളാണ് ഷോൺ ജോർജ്. അദ്ദേഹം BJP ന്യൂനപക്ഷ മോർച്ചയൊക്കെ ആയിട്ട് സഹകരിക്കുന്ന BJPയുടെ ഔദ്യോഗിക ഭാരവാഹിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ന്യൂനപക്ഷ കേന്ദ്രങ്ങളുമായിട്ടും ഒക്കെ വളരെ നല്ല ബന്ധമാണുള്ളത്. പാലായിലെ പാതിരിമാർക്ക് നേരെ അവഹേളനം നടന്ന സമയത്ത്, അവർക്ക് നേരെ ആക്രമണങ്ങളൊക്കെ നടന്ന സമയത്ത് BJPയും അവരുടെ അണികളും ഒക്കെയാണ് പാതിരിമാർക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ബിഷപ്പുമാർക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയത് എന്നുള്ളൊരു ചരിത്രവും കൂടി പാലായിലുണ്ട്. അതേപോലെ തന്നെ പാലാ ഇരാറ്റുപേട്ട ചില ദ്വന്ദ്ങ്ങളൊക്കെ നടക്കുന്നു. ഇതൊക്കെ ഷോൺ ജോർജിന് അനുകൂലമായ ഘടകമാവുമെന്നാണ് കരുതുന്നത്. പാലായിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ച് വിശകലനം ചെയ്യാൻ കേരള സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും രാഷ്ട്രീയ നിരീക്ഷകരുമായ ഡോക്ടർ K ജയപ്രസാദ് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. പാലക്കാർ പൊതുവെ പറയുന്നത് ആര് ജയിക്കുമെന്ന് പറയില്ലെങ്കിലും ജോസ് കെ മാണി തോൽക്കുമെന്നൊരു ശ്രുതിയുണ്ട് പൊതുവെ. എന്താണ് പാലായിൽ സ്ഥിതി? പാല നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത 1965 മുതൽ ശ്രീ KM മാണി 50 വർഷം നീണ്ട നാള് പ്രതികരിച്ചൊരു മണ്ഡലമാണ്. ഇപ്പൊ നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വ്യക്തിത്വമാണ് KM മാണിയുടെ. ഇപ്പം കേരള കോൺഗ്രസ് പല സമയത്ത് പിളരുകയും പല ഗ്രൂപ്പുകളും ഒക്കെ ആയാലും KM മാണി എല്ലാ കാലഘട്ടത്തിലും ലീഡിങ് ആയിട്ട് ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പക്ഷത്തുണ്ടാവും. വളരും തോറും പിളരുകയും ആ തരത്തില് അദ്ദേഹത്തിന്റെ അധ്വാന വർഗ സിദ്ധാന്തം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ KM മാണി കേരള സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം KM മാണിയുടെ ഒരു പാരമ്പര്യം 2019 ആകുമ്പോൾ പാലായിൽ അസ്തമിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞത്, 2019 KM മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പില് KM മാണിയുടെ പാർട്ടി, അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവിടെ പരാജയപ്പെടുകയുണ്ടായി. അപ്പൊ മാണി സി കാപ്പൻ 2019 ഉപതെരഞ്ഞെടുപ്പില് നല്ല വോട്ട് വാങ്ങി, 54,137 വോട്ട് നേടി വിജയിച്ചു. അപ്പൊ അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വളരെ ഒരു ചരിത്ര സംഭവമായിരുന്നു. കാരണം സാധാരണ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പാല എന്ന് പറഞ്ഞാൽ KM മാണിയാണ്. അപ്പൊ KM മാണിക്ക് പകരം KM മാണിയുടെ മകൻ രാഷ്ട്രീയ രംഗത്തുണ്ട്. അദ്ദേഹം ലോകസഭാ മെമ്പറായിരുന്നു, പിന്നീട് രാജ്യസഭയിലെ മെമ്പറായിരുന്നു. അപ്പൊ ആ തരത്തില് KM മാണിയുടെ പാരമ്പര്യവുമായിട്ട് അദ്ദേഹത്തിന്റെ മകൻ ജോസ് കെ മാണിയുണ്ട്. പക്ഷെ അതിന്റെ പ്രഭാവം, അതായത് മാണിയെ കണ്ടതുപോലെ അല്ല പാലായിലെ ജനങ്ങള് ജോസ് കെ മാണിയെ കാണുന്നത് എന്നുള്ളതിന് തെളിവായിരുന്നു 2019 ഉപതെരഞ്ഞെടുപ്പ്.
അന്ന് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ജോസ് ടോം പുളിക്കുന്നേൽ, അദ്ദേഹം 51,194 വോട്ട് വാങ്ങി 2ാം സ്ഥാനത്തായി. അപ്പൊ അത് കേരള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നിർണായകമായ ഒരു പരാജയമായിരുന്നു. കാരണം പാലായിൽ പരാജയപ്പെട്ടു. ഇപ്പൊ 2020 തുടങ്ങാം, നമുക്ക് ഗോകുലെ തുടങ്ങാമല്ലേ. 2020 ശ്രീ ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഇടതു മുന്നണിയുടെ ഭാഗമാക്കി മാറ്റി. ഇപ്പൊ കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കെ എം മാണി പൊതുവെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയിൽ കൂടുതലും ഇടതുപക്ഷ വിരുദ്ധനായിട്ടാണ് നിന്നിട്ടുള്ളത്. 80 അദ്ദേഹം ഇടതു മുന്നണിയുടെ ഭാഗമായിരുന്നു. ഒരു നയനാരുടെ ഗവൺമെന്റ്. അതെ, അന്ന് നയനാർ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ആന്റണി ഗ്രൂപ്പ് കോൺഗ്രസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ LDFന്റെ ഏറ്റവും ശക്തമായ കടന്നാക്രമണം നേരിടേണ്ടി വന്നത് കെ എം മാണിക്കാണ്. കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ പോലും അനുവദിക്കാതെയാണ് അന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഈ ബാർ കോഴയായി ബന്ധപ്പെടുത്തിയും അദ്ദേഹത്തിന്റെ വീട്ടിലെ നോട്ട് എണ്ണുന്ന കറൻസി നോട്ട് എണ്ണുന്ന യന്ത്രമുണ്ടെന്നൊക്കെയുള്ള തരത്തിലും നിയമസഭയുടെ ചരിത്രത്തിൽ നമ്മൾ ശിവൻകുട്ടിയുടെ അഭ്യാസമൊക്കെ കാണേണ്ട ആ പരിപാടികളൊക്കെ നടക്കുന്നത് മാണിയെ തടയുന്ന രംഗം, മാണിയുടെ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇതേ മാണി അല്ല, അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ജോസ് കെ മാണിയുടെ നേതൃത്വത്തില് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി 2020 ഔദ്യോഗികമായ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി. അപ്പൊ ഈ 2021 തെരഞ്ഞെടുപ്പില് പാലാ നിയോജക മണ്ഡലത്തിലെ ജോസ് കെ മാണി മത്സരിക്കുകയും അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. അപ്പൊ ജോസ് കെ മാണിയുടെ ചരിത്രത്തിൽ പരാജയം ഒരു പുതിയ കാര്യമല്ല. LDF സ്ഥാനാർത്ഥിയായിട്ടാണ് പരാജയപ്പെട്ടത്. 2004 അദ്ദേഹം മൂവാറ്റുപുഴ മണ്ഡലത്തില് അന്ന് കോൺഗ്രസ് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും NDAയുടെ PC തോമസ് NDA സ്ഥാനാർത്ഥിയായിട്ട്, ഇപ്പൊ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഇടതും വലുതുമല്ലാത്ത മുന്നണി സ്ഥാനാർത്ഥിയായി MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന 2004 ജോസ് കെ മാണി പരാജയപ്പെടുത്തിയാണ്. PC തോമസും ഒരു വലിയൊരു ഭാഗ്യമുള്ള ആളെന്ന് പറയുന്നത്. ഒരിക്കൽ കേന്ദ്രമന്ത്രി ആയിട്ടുണ്ടെങ്കിലും 2004 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയാണ്. ഇത് BJPയുടെ ഭാഗത്തുനിന്ന് ജയിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേന്ദ്രത്തിൽ ഭരണമാറ്റം സംഭവിച്ചു. അത് മറ്റൊരു വിഷയം. പക്ഷെ ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തില് ജോസ് കെ മാണിയുടെ പരാജയം ആദ്യത്തല്ലെന്ന് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം നമ്മൾ കെ എം മാണിക്ക് കിട്ടുന്ന ജനപിന്തുണ ജോസ് കെ മാണിക്ക് ലഭിച്ചില്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ട് ഞാൻ 2004 പരാജയം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ 2021 ജോസ് കെ മാണി പരാജയപ്പെടുകയും മാണി സി കാപ്പൻ അവിടെ വീണ്ടും വിജയിക്കുകയും ചെയ്തു. അപ്പൊ മാണി സി കാപ്പൻ പരമ്പരാഗതമായി കെ എം മാണിക്കെതിരെ മത്സരിക്കുന്ന ഒരാളാണ്. അതെ. വേറൊരു ശ്രദ്ധേയമായ വസ്തുത, പാലാ നിയമസഭയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് കെ എം മാണി വിജയിക്കുന്നത് പലപ്പോഴും വൻപിച്ച ഭൂരിപക്ഷത്തിലല്ല, ഒരു 3000, 4000, 5000 വോട്ടിന്റെ ഡിഫറൻസിലാണ് കെ എം മാണി ജയിക്കുക. അദ്ദേഹത്തിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് 2014 തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 4000-ലധികം വോട്ടാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരർത്ഥത്തില് പാലാ നിയോജക മണ്ഡലം മാണി വിജയിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും അത്രയും കംഫർട്ടബിൾ ആയ ഒരു മെജോറിറ്റി കൊടുക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. അതായത് മാണിക്കെതിരായ രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് 2019 ഉപതെരഞ്ഞെടുപ്പില് കെ എം മാണി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പില് അത് പ്രതിഫലിച്ചു. അത് പിന്നീട് നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ വിജയിക്കേണ്ടാവേ. 2026 തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, കേരളത്തില് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം, വിശേഷിച്ച് സെൻട്രൽ ട്രാവൻകൂറിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പൂഞ്ഞാറ് പോലെ വളരെ ശ്രദ്ധേയമായ ഒരു BJP സ്ഥാനാർത്ഥിക്ക് വളരെയധികം മുൻതൂക്കമുള്ള ഒരു ത്രികോണ മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാലായിൽ കാണാൻ പോകുന്നത്. കാരണം അവിടെ ശ്രീ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വളരെ ഒരു യങ് ആയിട്ടുള്ള, വളരെ ഡൈനാമിക് ആയിട്ടുള്ള, ജനകീയനായിട്ടുള്ള ഒരു നേതാവായിട്ട് വരികയും അദ്ദേഹം BJPയുടെ ഭാഗമായി മാറി നിന്ന് മത്സരിക്കുകയാണ്. അപ്പം പാലാ നിയോജക മണ്ഡലത്തിലെ BJPക്ക് പരമ്പരാഗതമായി 25,000-30,000 വോട്ടുണ്ട് അവിടെ. അപ്പോ ശ്രീ ഷോൺ ജോർജ് അവിടെ ഒരു 25,000 വോട്ട് അഡീഷണൽ ആയിട്ട് നേടിയാൽ തന്നെ അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ പറ്റും. ഏതാണ്ട് 45,000 വോട്ട് മാത്രം മതിയാകും പാലായിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട്. അവിടെ മാണി സി കാപ്പൻ സീനിയറായ ഒരാളാണ്.
ആണ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നത്, മറ്റൊന്ന് ജോസ് കെ മാണിയും. അപ്പം ഈ മാണി സി കാപ്പൻ കോൺഗ്രസിന്റെ പിന്തുണയിൽ മത്സരിക്കുന്നു. ജോസ് കെ മാണി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പം ജോസ് കെ മാണിയുടെ സാധ്യതകൾ വളരെ പരിമിതമാണ്. കാരണം ജോസ് കെ മാണി 2019 2021 2019 ഉപതെരഞ്ഞെടുപ്പും ബൈ ഇലക്ഷനും അതുപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2 പരാജയങ്ങളാണ് ആ മണ്ഡലത്തില് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പരാജയപ്പെടുന്നത്. അപ്പൊ അതിനെ അതിജീവിക്കാനുള്ള ഒരു രാഷ്ട്രീയ കരുത്ത് ഈ കഴിഞ്ഞ വർഷത്തെ പിണറായി ഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ചെയ്തിട്ടില്ല. മറ്റൊന്ന്, അദ്ദേഹം സിറ്റിംഗ് MLA അല്ല. അപ്പം MLA എന്നുള്ള തലത്തിലും ആ മണ്ഡലത്തിലെ സുപരിചിതനല്ല അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പാരമ്പര്യത്തിൽ ലഭിക്കുന്ന വോട്ടാണ് അദ്ദേഹത്തിന്റെ കോർ ബേസ്. അതിനപ്പുറം ആ മണ്ഡലത്തിലെ പ്രതിനിധി എന്നുള്ള തലത്തിലുള്ള അല്ലെങ്കിൽ 10 വർഷം ഭരണകക്ഷിയുടെ ഭാഗമായ ഒരു MLA എന്നുള്ള തലത്തിൽ ചില അഡ്വാൻറ്റേജ് ലഭിക്കാറുണ്ട്. കാരണം ആ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ പങ്കാളിയായിട്ട് ആ തരത്തിലുള്ള ഒരു പ്രാതിനിധ്യവും അദ്ദേഹത്തിനില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാധ്യതയ്ക്ക് ഒരുപാട് പരിമിതിയുണ്ട്. മാണി സി കാപ്പനാണ് അവിടെ പ്രധാനമായിട്ടും ശക്തനായ ഒരു എതിരാളിയായിട്ട് വരുന്നത്. അപ്പൊ ഷോൺ ജോർജിന്റെ ഒരു പ്രത്യേകത വളരെ യങ് ആയിട്ടുള്ള ഒരു വളരെ കറപ്ഷൻ ഇല്ലാത്ത യാതൊരു തരത്തിലും ആരോപണം നേരിടാത്ത ഒരാളാണ്. മറ്റൊന്ന്, പഴയ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ വളരെയധികം ഭാഗങ്ങൾ 4-5 പഞ്ചായത്തുകൾ തന്നെ ഈ പാലായുടെ ഭാഗമാണ്. അപ്പം PC ജോർജിന്റെ നല്ല അടിത്തറയുള്ള സപ്പോർട്ടുള്ള പൂഞ്ഞാറിന്റെ പ്രദേശങ്ങള് ഇന്ന് പാലായുടെ ഭാഗമാണ്. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോഴും ശ്രീ ഷോൺ ജോർജിന് ഒരുപാട് സാധ്യതയുണ്ട്. പ്ലസ് പോയിന്റ് അവിടെ പൊതുവേ നമ്മുടെ ഈ പാലാ മണ്ഡലത്തിലൊരു 2-3000 വോട്ട് ഷിഫ്റ്റ് ചെയ്താൽ അവിടുത്തെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പം മറ്റു പല മണ്ഡലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വളരെ മൃഗീയമായ ഒരു ഭൂരിപക്ഷമോ അങ്ങനെ ഒരു വലിയൊരു തരംഗമോ ഈ പാലായിൽ ഉണ്ടാകാറില്ല. മാണിയുടെ വിജയ ചരിത്രം, നമ്മുടെ കെ മാണിയുടെ വിജയ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് എടുത്തു പറയാൻ കഴിയും. ഒരു 2000-3000 വോട്ടിന്റെ ഷിഫ്റ്റ് ഇടതിലും വലതിലും ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ വിധി മാറ്റി എഴുതപ്പെടും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ഷോൺ ജോർജ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ ശക്തമായ പിന്തുണയുണ്ടാവും, ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അവിടെ. അതിന് സമാന്തരമായിട്ട് PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഒക്കെ പ്രവർത്തന മേഖല എന്നുള്ള തലത്തിലും പൂഞ്ഞാറിന്റെ പശ്ചാത്തലവും അതുപോലെ ഈ അടുത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്തിലുമൊക്കെ BJP ഈ മേഖലയിൽ സാമാന്യം നല്ല ജനപിന്തുണ ആർജിക്കുകയും ചെയ്തതും ഒക്കെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ പാലായിലെ ജനവിധി വളരെ കൗതുകത്തോടെ കേരളം നിരീക്ഷിക്കുകയാണ്. ഷോൺ ജോർജ് അവിടെ വളരെ വിജയിക്കാനുള്ള സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. മിക്കവാറും അടുത്ത നിയമസഭയിലെ അച്ഛനും മകനും MLA ആകാനുള്ള സാധ്യതയുണ്ട്.